യേശു കർത്താവിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ചിന്തയ്ക്കായി അപ്പോസ്തലനായ പൗലോസ് റോമാ സഭയ്ക്ക് എഴുതിയ ലേഖനം അതിന്റെ 10-ാം അധ്യായം 17-ാം വാക്യം പ്രാരംഭമായി ശുഭാശുന്ന് വായിക്കും. എല്ലാവരും ശ്രദ്ധയോടെ ആയിരിക്കും. റോമൻസ് 10:17. ആകയാൽ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. വിശ്വാസം ഉറയ്ക്കുന്നത്, അല്ലെങ്കിൽ വിശ്വാസം ഒരു വ്യക്തിക്ക് അകത്ത് ഡെവലപ്പ് ചെയ്യപ്പെടുന്നതിന് കേൾവിയാൽ. ഹല്ലേലൂയ. എനിക്ക് കർത്തൃസന്നിധിയിൽ ബലപ്പെടുവാനിടയായ ഒരു വിഷയം, എൻ്റെ ഏറ്റവും അടുത്ത ഒരു സുഹൃത്തും ഞാൻ ജ്യേഷ്ഠതുല്യം ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയുണ്ട്. അദ്ദേഹത്തിന് തലമുറകളില്ലായിരുന്നു. തലമുറകളിലെ വർഷങ്ങളായി ഒത്തിരി സാമ്പത്തിക വിഷയങ്ങളിലും ഒത്തിരി കേസുകളിലൊക്കെ ഇങ്ങനെ നല്ല ഒരുമാതിരി സാമ്പത്തിക ചുറ്റുപാടുള്ള ഒരു കുടുംബത്തിൽ പിറന്നതാണ്. പക്ഷേ സാമ്പത്തികമായി ക്ഷയിച്ച് പിന്നീടുണ്ടായ പല പ്രശ്നങ്ങൾ മാത്രം സാമ്പത്തികമായി ക്ഷയിക്കുകയും ഒത്തിരി ബുദ്ധിമുട്ടുള്ള പ്രശ്നങ്ങൾ ആ വ്യക്തി കടന്നുപോവുകയും, എന്നാൽ ആ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിധിവരെ പരിഹാരമുണ്ടായ തലമുറയില്ലാത്ത ആ വ്യക്തിക്ക് തലമുറയുണ്ടാകുകയും ചെയ്തു എന്നുള്ള വാർത്ത ഞാൻ കേട്ടു. എൻ്റെ പ്രശ്നങ്ങളാണെങ്കിൽ എൻ്റെ ബ്ലേസ് മോനുണ്ടായ, എൻ്റെ മൂത്ത മകനുണ്ടായ ശാരീരിക പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങൾക്ക് ഒരു വിടുതൽ എങ്ങനെ ഉണ്ടാകും എന്ന്, അല്ലെങ്കിൽ മറുപടി ഉണ്ടാകത്തില്ല എന്ന് ചിന്തിച്ച് ഭാരപ്പെട്ടിരിക്കുമ്പോൾ ഞാൻ കേട്ട ഒരു വാർത്തയാണ്, ഇന്ന വ്യക്തിക്ക് എൻ്റെ സുഹൃത്തായ, ഞാൻ വളരെയധികം സ്നേഹിക്കുന്ന ആ വ്യക്തിക്ക് ഉണ്ടായ വിടുതലിനെ കുറിച്ച് ഒരു അറിവ് എനിക്ക് കിട്ടി. കുറെ കാലങ്ങളായിട്ട് ഞങ്ങളൊന്നും ടച്ചിങ് ഒന്നും ഇല്ലായിരിക്കുകയാണ്. ആ അറിവ് നേരിട്ട് കേൾക്കുവാൻ, ആ വ്യക്തിയിൽ നേരിട്ട് കേൾക്കുവാൻ തക്കവണ്ണം ആ വ്യക്തി എൻ്റെ ഭവനത്തിൽ വന്നു. ദൈവം തന്ന വിടുതലിനെ എന്നോട് പങ്കുവെച്ചു. അത് എനിക്ക് വിശ്വാസം ഉറയ്ക്കുന്നതിന് കാരണമായി മാറി. ശ്രദ്ധിച്ചു കേൾക്കണേ. ഒരു വ്യക്തി തന്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത വിടുതലുകളെ എൻ്റെ ഭവനത്തിൽ വന്നിരുന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അകത്ത് വിശ്വാസം ഉറയ്ക്കുന്നതിന് കാരണമായി മാറി. വിശ്വാസം കേൾവിയാൽ ഉളവായി. എന്താ കേട്ടതെന്നറിയാം? ക്രിസ്തുവിന്റെ വചനം. ഞാൻ കേട്ടത് എന്താണ്? ക്രിസ്തുവിന്റെ വചനം. വിടുതൽ നൽകുന്ന, ബന്ധനങ്ങളെ അഴിക്കുന്ന, അന്യായ ശക്തികളെ പൊട്ടിച്ചു മാറ്റുന്ന, ഞാൻ നിലവിൽ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം തരുവാൻ കഴിവുള്ള ക്രിസ്തുവിന്റെ വചനം ഞാൻ കേട്ടു. അത് എന്റെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾക്കും നന്മകൾക്കും മുഖാന്തരമായി മാറി. അപ്പൊ വിശ്വാസത്തിൽ ഞാൻ ഉറയ്ക്കാനിടയായത് കേൾവിയായി. ഹല്ലേലൂയ. ആരെ കുറിച്ചുള്ള കേൾവി? യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള കേൾവി. ഗലാത്യൻസ് 3-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യം ഇവാഞ്ചലിസ്റ്റ് വായിച്ചാട്ടെ. ഗലാത്യൻസ് 3-ന്റെ 2-ാം വാക്യം. നിങ്ങൾക്ക് ആത്മാവ് ലഭിച്ചത് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയാലോ വിശ്വാസത്തിന്റെ പ്രസംഗം കേട്ടതിനാൽ. ഒരു ചോദ്യം ചോദിക്കുകയാണ് അപ്പോസ്തലനായ പൗലോസ്. അല്ലെങ്കിൽ ഗലാത്യ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ അവരോട് ചോദ്യം ചോദിക്കുകയാണ്, നിങ്ങൾക്ക് വിശ്വാസം ബലപ്പെട്ടത്, അല്ലെങ്കിൽ വിശ്വാസം നിങ്ങൾ ഉറച്ചത് ഈ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തി നിങ്ങൾ അനുസരിച്ച് അതിപ്രകാരം ജീവിച്ചിട്ടാണോ, അതോ വിശ്വാസത്തിന്റെ പ്രസംഗം കേട്ടതിനാലാണോ? എന്തായിരിക്കും അവർക്ക് പറയാനുള്ള മറുപടി? ഞങ്ങൾ ഉറച്ചത് യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗം കേട്ടതിനാലാണ്. ഹല്ലേലൂയ. ജാതി മത വർഗ ചിന്തകളില്ലാതെ സകലരെയും സ്നേഹിച്ച, എല്ലാവരും ദൈവത്തിന്റെ സൃഷ്ടികളാണ് എന്ന ബോധ്യത്തോടെ സകലയും ചേർത്ത് പിടിച്ച, സർവശക്തനും സർവ്വവ്യാപിയും സർവത്തിന്റെ ആധാരമായ വചനമായ ദൈവത്തെക്കുറിച്ചുള്ള ഒരറിവ് എനിക്ക് എവിടെ നിന്ന് കിട്ടി? പ്രസംഗത്തിലൂടെ കിട്ടി. അല്ലെങ്കിൽ ഒരാളുടെ വായിൽ നിന്ന് പുറപ്പെട്ട വാക്കിൽ നിന്ന് ഞാൻ കേട്ടു. അതെനിക്ക് എൻ്റെ അകത്തെ വിശ്വാസം ഉറയ്ക്കുന്നതിന് കാരണമായി മാറി. എന്റെ ഒരു പ്രവൃത്തി കൊണ്ടല്ല ഞാൻ വിശ്വാസത്തിൽ ഉറച്ചത്. ഹല്ലേലൂയ. പലപ്പോഴും പല വ്യക്തികൾ പറയാറുണ്ട്, ഞങ്ങളുടെ ഇന്ന പിതാക്കന്മാരുടെ ഇത്രാമത്തെ തലമുറയായ ഞങ്ങൾ എന്നൊക്കെ പറയാറുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം സ്വതന്ത്രം വിശ്വാസത്തിൽ ബലപ്പെട്ട ഒരു കുടുംബ പശ്ചാത്തലത്തിൽ ജീവിച്ച് വളർന്നു വന്ന്, അല്ലെങ്കിൽ അതിൽ
അതിന്റെ ഇത്രാമത്തെ തലമുറയാണെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. ദൈവനിഷേധിയായി ജീവിച്ചവനാണ് ഞാൻ. ദൈവവചന വിരുദ്ധമായ പ്രവർത്തികൾ ചെയ്ത് ജീവിച്ചവനാണ്. എന്നാൽ എന്നെയും നിങ്ങളെയും സർവമാനവരാശിയും സ്നേഹിക്കുന്ന യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള സദ്വർത്തമാനം ഞാൻ കേട്ടു. എന്റെ ബന്ധനങ്ങളെ, എന്റെ തലമുറകളുടെ മേൽ ദുഷ്ടം കെട്ടിയ കെട്ടുകളെ, എന്റെ കുടുംബത്തിനകത്ത് ദുഷ്ടം വരുത്തിയ വിനകളെ മാറ്റുവാൻ കഴിവുള്ളവനെ കുറിച്ചുള്ള ഒരു അറിവ് ഒരു പ്രസംഗത്തിലൂടെ എനിക്ക് ലഭിച്ചു, അല്ലെങ്കിൽ സാക്ഷ്യത്തിലൂടെ എനിക്ക് ലഭിച്ചു. അത് എന്നെ വിശ്വാസത്തിൽ ഉറപ്പിക്കുന്നതിന് കാരണമായി മാറി. ഹല്ലേലൂയ. പഴയ നിയമത്തിലെ കഥകളല്ല ഞാൻ കേട്ടത്. ഹല്ലേലൂയ. യഹൂദന്റെ ചട്ടങ്ങളും പ്രമാണങ്ങളുമല്ല ഞാൻ കേട്ടത്. അവസാനം രക്തം വരെ എനിക്ക് വേണ്ടി കാൽവരി കൊലക്കളത്തിൽ ഊറ്റിത്തന്ന സർവശക്തനും സർവവ്യാപിയുമായ വചനമായ ദൈവത്തെ കുറിച്ചത്രേ ഞാൻ കേട്ടത്. ഹല്ലേലൂയ. അവന്റെ അടിപ്പിണരാനുള്ള സൗഖ്യം, ഹല്ലേലൂയ, അതിനെ കുറിച്ചുള്ള ബോധം എന്റെ അകത്തുണ്ടായി. അതിന്റെ 5-ാം വാക്യം, ഗലാത്യർ 3:2 നമ്മളിപ്പോൾ വായിച്ചത്. അതിന്റെ 5-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. നിങ്ങൾക്ക് ആത്മാവിനെ നൽകി നിങ്ങളുടെ ഇടയിൽ വീര്യപ്രവർത്തികളെ ചെയ്തവൻ. കേട്ടോ, ന്യായ പ്രമാണത്തിന്റെ പ്രവർത്തിയാലാണോ അതോ വിശ്വാസത്തിന്റെ പ്രസംഗത്താലാണോ നൽകിയത്? കേട്ടോ, ഹല്ലേലൂയ. ആത്മാവിനെ നൽകി. ഇന്ന ചട്ടങ്ങളും പ്രമാണങ്ങളും പാലിച്ചതിന്റെ റിസൾട്ട് ആണോ ആത്മാവിന് ലഭിച്ചത്? അല്ല. പിന്നെ എങ്ങനെ ലഭിച്ചത്? വിശ്വാസത്താൽ എന്റെ ജീവിതത്തിൽ അത് എന്ത് ചെയ്തു? പരിശുദ്ധ ആത്മാവിന്റെ സാന്നിധ്യം എന്റെ ജീവിതത്തിൽ വെളിപ്പെട്ടു. അയ്യോ, ഭയങ്കര ഒരു ടാസ്ക് ആണ്, ഭയങ്കര പാടുള്ള കാര്യം വിശ്വസിക്കുക എന്ന് പറയുന്നത്, അല്ലെ? ചില പറയാറുണ്ട്. ഒരു എഫോർട്ടുമുള്ള കാര്യമല്ല. നിന്റെ ശാരീരികമായ ഒരു അധ്വാനം അതിന്റെ പിന്നിലില്ല. നിന്റെ മനസ്സ് മാത്രമേ അതിൽ റിലേറ്റഡ് ആവുന്നു. നിന്റെ മൈൻഡ് സെറ്റിൽ, നിന്റെ ഹൃദയത്തിലെ ദൈവതമ്പുരാന് വിരോധമായി നിൽക്കുന്ന സകലതിനെ ഒഴിവാക്കിക്കൊണ്ട്, ഹല്ലേലൂയ, അത് തന്നെ ഒഴിവാകും. വിശ്വാസത്തിന്റെ വചനം കേട്ടാൽ മതി. നിന്നെ നരകത്തിന്റെ പടുകുഴിയിലേക്ക് വലിച്ചെറിയുവാൻ കാത്തിരിക്കുന്ന ഒരു ദൈവത്തെ കുറിച്ചല്ല, തീച്ചുളയിൽ നിന്ന് നിന്നെ വലിച്ചെടുത്ത് അവന്റെ രാജ്യത്തിൽ ഉറപ്പിക്കുവാൻ ആഗ്രഹിക്കുന്ന സ്നേഹനിധിയായവനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ തികവ്. ആ പരിജ്ഞാനം എങ്ങനെ ഉണ്ടായത്? വിശ്വാസത്തിന്റെ പ്രസംഗം കേട്ടതിനാൽ. ഹല്ലേലൂയ. പഴയ നിയമത്തിന്റെ കൽപ്പനകളെ അനുസരിച്ചപ്പോൾ ലഭിച്ചതല്ല, പകരം വിശ്വാസത്തിന്റെ പ്രസംഗത്താൽ എന്റെ അകത്ത് അത് ഉരുവായി. വായിച്ചാൽ കംപ്ലീറ്റ് ആയ വാക്ക്. സ്തോത്രം. എബ്രായർ 12-ാം അധ്യായം അതിന്റെ 2-ാം വാക്ക്. എബ്രായർ 12:2 വായിച്ചാൽ. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവരുമായ യേശുവിനെ നോക്കുക. കേട്ടോ, ഇതുവരെ നമ്മൾ വിശ്വാസത്തെ കുറിച്ചാണ് പറഞ്ഞത്. നോക്കേണ്ട ഇടം എവിടെയാണ്? വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവരുമായ, വിശ്വസിക്കുന്നത് അതുപോലെ തന്നെ സംഭവിക്കുമെന്ന്. ആശയ്ക്ക് വിരോധമായി ആശയോടെ ഞാൻ വിശ്വസിച്ചു, അത് എനിക്ക് നീതിയായി കണക്കിട്ടു. ഹല്ലേലൂയ. ഡോക്ടർമാർ പറഞ്ഞു നോ, മറുപടി ഉണ്ടാകത്തില്ല. എന്നാൽ വിശ്വാസത്തിന്റെ പ്രസംഗം കേട്ടപ്പോൾ, യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനം ലഭിച്ചപ്പോൾ ഞാൻ പൂർണ്ണമായും വിശ്വസിച്ചു. ഹല്ലേലൂയ. ഡോക്ടർമാർ എഴുതി വെച്ചിരിക്കുന്ന മരണ സർട്ടിഫിക്കറ്റ് അല്ല എന്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത്. ഞാൻ ദീർഘായുസ്സോടിരിക്കും. ഹല്ലേലൂയ. മരണമേ, നിന്റെ ജയം എവിടെ? സ്തോത്രം. മരണത്തെ ജയിച്ചവൻ, പാതാള ഗോപുരങ്ങളെ തകർത്തവൻ എവിടെ ഇരിക്കുന്നു? ഒന്ന് നെഞ്ചു കൈ വെച്ച് പറഞ്ഞേ, എന്റെ അകത്തിരിക്കുന്നു പറഞ്ഞാണ്. എന്റെ അകത്ത് എവിടാ? അടുത്തിരിക്കുന്ന ആളെ ചൂണ്ടിക്കൊണ്ടാടാ പുന്നാടാത്തിരിക്കുന്നല്ല, നിങ്ങളുടെ അകത്തിരിക്കും. ഈ ബോധ്യത്തിൽ നിങ്ങൾ നിറയേണ്ടതാണ്. മരണത്തെ ജയിച്ചവൻ, പാതാള ഗോപുരങ്ങളെ തകർത്തവൻ എന്റെ അകത്തിരിക്കും. മനസ്സിലാക്കുന്ന കർത്താവിനെ ശ്രമിച്ചാണ്. വിശ്വാസത്തിന്റെ നായകൻ പൂർത്തി വരുത്തുന്നവരുമായ, പകുതി വഴി കെട്ടിട്ട് പോകുന്നതല്ലെന്ന്. നിന്നെ പറ്റി ഒരു പരിപാടി, നിന്നെ പറ്റി ഒരു പദ്ധതി ഈ ഭൂമണ്ഡലത്തിൽ ദൈവം കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് കാണാൻ നിന്റെ കണ്ണടയത്തില്ലെന്ന് മനസ്സിലായവർ മാത്രം ഒന്ന് അപ്പേ ശ്രദ്ധിച്ചാട്ടെ.
അതിനിടെ ദുഷ്ടൻ കടന്ന് എന്തൊക്കെ കടന്ന് പണി കാണിച്ചാൽ നിന്നെ കുറിച്ചുള്ള സകല പദ്ധതികളും പൂർത്തീകരിക്കുക തന്നെ ചെയ്യും. പൂർത്തീകരണത്തിന്റെ ഉടമസ്ഥനാണ് നിന്റെ തമ്പുരാൻ. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശുവിനെ നോക്കുവീൻ. ലോകപ്രകാരമുള്ള അങ്കിളിനെ ആന്റിയൊക്കെ നോക്കിയാൽ നീ പതറിപ്പോകും. മോനെ, നിനക്ക് വേണേ ഞാൻ ചെയ്തു തരാം, നീ ധൈര്യമായിട്ടിരുന്നു. ചുമ്മാറാ കേട്ടോ, ചുമ്മാ തക്ക സമയത്ത് ആ പറഞ്ഞവർ പിന്മാറും. ഹല്ലേലൂയ. ഇനി എല്ലാ കാര്യവും ഞാൻ ഏറ്റോണമെന്ന് പറഞ്ഞ പലരും പിന്മാറും. എന്നാൽ പിന്മാറാത്ത ഒരുവൻ നിന്നെ കൂടെ ഉണ്ട്. ആരൊക്കെ കൈവിട്ടാലും, ആരൊക്കെ ഉപേക്ഷിച്ചാലും, ആരൊക്കെ നിന്നോട് നോ പറഞ്ഞാലും, ഇല്ല കുഞ്ഞെ ഞാൻ നിന്നെ ഒരു നാളും കൈവിടത്തില്ലെന്ന് നിനക്ക് ഉറപ്പ് നൽകിയ ഒരുവനുണ്ട്. ആ ഉറപ്പ് നൽകിയവന്റെ പേര് വിളിച്ചു പറഞ്ഞാട്ട് യേശു. അത് വിളിച്ചു പറയുമ്പോൾ തന്നെ വലിയൊരു വിടുതൽ സംഭവിക്കുകയാണ്. സ്തോത്രം. അതിന്റെ 24-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ട്. ആ എബ്രായർ 12:2 നമ്മളിപ്പോ വായിച്ചത്. ആ പൂർത്തിയായില്ലേ? വായിച്ചാട്ട്. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുന്നതുമായ യേശുവിനെ നോക്കുക. തന്റെ മുമ്പിൽ വെച്ച സന്തോഷം അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുകയും ചെയ്യുന്നു. അതിന് 24-ാം വാക്യം. 24 പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനായ കേട്ടോ. നിങ്ങൾ എവിടെ ആയിരിക്കുന്നത്? ഏത് നിയമത്തിന്റെ അകത്തായിരിക്കുന്നത്? പുതിയ നിയമത്തിന്റെ അകത്ത്. ന്യൂ കവനന്റ്. ഈ ന്യൂ കവനന്റിനൊരു മറ്റൊരു പേരുണ്ട്, ബ്ലഡ് കവനന്റ്. അയ്യോ, പഴയ നിയമമല്ല ബ്ലഡ് കവനന്റ്. ആ ബ്ലഡ് കവനന്റ് വേറെ. ആട്ടുകൊറ്റന്മാരുടെയും കാളക്കടാവിന്റെയും കുറിപ്രാവിന്റെയും ഒക്കെ രക്തം കൊണ്ടുണ്ടാക്കിയ ഒരു ഉടമ്പടിയുണ്ട്. ഇവിടെ ആ ഉടമ്പടി അല്ല. ഇവിടെ ആ ഉടമ്പടി സ്ഥാപിച്ചത് അതിനു മുമ്പ് അല്ലെങ്കിൽ വേറൊരു ഉടമ്പടിയുടെ ലംഘനം ഉണ്ടാകുമ്പോൾ പരിഹാരമായി തീർത്ത ഒരു ഉടമ്പടിയാണ്. ഇവിടെ ഒരേ ഒരു ഉടമ്പടിയേ ഉള്ളൂ, യേശുവിന്റെ രക്തം കൊണ്ടുള്ള ഒരു ഉടമ്പടി. യേശുവിന്റെ തങ്കരക്തം കൊണ്ടുള്ള ഉടമ്പടി, ആ പുണ്യാഹ രക്തം കൊണ്ടുള്ള ഒരു ഉടമ്പടി. ഹല്ലേലൂയ. നിങ്ങൾ ആയിരിക്കുന്ന എവിടെയാണ്? പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനായ യേശുവിനും ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിന്റെയും അടുത്തത്ര നിങ്ങളായിരിക്കുന്നു. യഹൂദന്മാർ ഏറ്റവും ശ്രേഷ്ഠമെന്നുണ്ടെന്ന ഒരു വിഷയമാണ് ഇത്. ഹാബേലിന്റെ രക്തം. 2 സഹോദരന്മാർ യാഗം കഴിക്കാൻ പോയി. ഒരുവന്റെ യാഗത്തെ ദൈവം പ്രസാദിച്ചു, മറ്റവന്റെ യാഗത്തോട് ദൈവത്തിന്റെ പ്രസാദം ഉണ്ടായില്ല. ദൈവപ്രസാദം ലഭിക്കാത്തവൻ, ദൈവപ്രസാദം ലഭിച്ചവൻ എന്ത് ചെയ്തു? ഫിനിഷ് ചെയ്ത് കളഞ്ഞു. അവന്റെ ചോര ഭൂമണ്ഡലത്തിൽ നിന്ന് നിലവിളിച്ചു. ഹല്ലേലൂയ. ആ രക്തം ഏറ്റവും പുണ്യമായ രക്തമെന്ന് ഹല്ലേലൂയ യഹൂദന്മാർ ഇന്നും വിശ്വസിക്കുകയാണ്. അതിനെപ്പറ്റിയുള്ള പഠനങ്ങളും പഠിപ്പിക്കലുകളും ഒക്കെ വളരെ ശക്തമാണ്. എന്നാൽ ഹല്ലേലൂയ അപ്പോസ്തലനായ പൗലോസ് എബ്രായ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ അവിടെ വ്യക്തമായി പറയുകയാണ്, നിങ്ങളായിരിക്കുന്നത് ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിന്റെ അടുത്തത്രയായിരിക്കും. സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ എവിടെയാണെന്നുള്ള ബോധം നമ്മൾക്കകത്തുണ്ടെങ്കിൽ നമ്മുടെ ലോകത്തിന്റെ ഒരു ശക്തിക്ക് തകർക്കാൻ കഴിയത്തില്ല. സ്തോത്രം. ഹല്ലേലൂയ. 20 വാക്യം പൂർത്തിയായി. എബ്രായർ 11:1 നമ്മൾ ഇതുവരെ പറഞ്ഞതെല്ലാം വിശ്വാസം. എന്താ വിശ്വാസം? എബ്രായർ 11:1 കാണാപ്പാഠം പഠിച്ചിരിക്കേണ്ട ഒരു വാക്യമാണ്. കുഞ്ഞുങ്ങൾക്കൊക്കെ അറിയാം. എബ്രായർ 11:1 വായിച്ചാൽ. എബ്രായർ 11-ാം അധ്യായം 1-ാം വാക്യം. വിശ്വാസം എന്നതും ആശിക്കുന്നതിന്റെ ഉറപ്പ്, കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു. ഹല്ലേലൂയ. കാണുന്ന മണ്ഡലം പറയുന്നു, ഇല്ല കുഞ്ഞെ, മറുപടി ഉണ്ടാകത്തില്ല. കാണാത്ത മണ്ഡലത്തിൽ ആത്മാവിനോട് ഏറ്റെടുത്തുകൊണ്ട് നമ്മൾ പറയുന്നു, ഇല്ല, മറുപടി വന്നു കഴിഞ്ഞിരിക്കുന്നു. എനിക്ക് വേണ്ടി ഒരു കൊടുക്കൽ വാങ്ങൽ അദൃശ്യ മണ്ഡലത്തിൽ നടക്കും, അത് ദൃശ്യമായ മണ്ഡലത്തിൽ വെളിപ്പെടുക തന്നെ ചെയ്യുമെന്നുള്ള വിശ്വാസം. ഹല്ലേലൂയ. കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ് വിശ്വാസം. ഹല്ലേലൂയ. ആശിക്കുന്ന കാര്യങ്ങളുടെ ഉറപ്പാണ്. എന്താ ആശിക്കുന്നത്? സാമൂഹ്യ വിരുദ്ധമായ തലങ്ങളോ
അല്ലെങ്കിൽ ദൈവത്തിന് നിരക്കാത്ത പ്രവർത്തികളോ ആശിച്ചിട്ട് ദൈവം നടത്തി തന്നില്ലെന്ന് പറഞ്ഞാൽ വല്ല അടിസ്ഥാനമുണ്ടോ? ഉണ്ടോ? തമ്പുരാന് ഹിതകരമല്ലാത്ത ചിന്തകൾ, അല്ലെ നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിന് നിരക്കാത്ത പ്രവർത്തികൾ, അത് ചെയ്യാൻ കൊതിച്ചിട്ട് ദൈവം സമ്മതിക്കാതിരുന്നു എന്ന് പറഞ്ഞാൽ വല്ല അർത്ഥമുണ്ടോ? എന്താ അതിനെ ആശിക്കേണ്ടത്? ദൈവഹിതപ്രകാരം ആശിക്കണം. ദൈവഹിതപ്രകാരമുള്ള ആശയിൽ സമൃദ്ധി ഉണ്ടാകും. അവൻ കാൽവരി കൊലക്കളത്തിൽ സർവ്വതും സമർപ്പിച്ചത് എന്തിനു വേണ്ടി? എന്നെയും നിന്നെയും സമ്പന്നനാക്കുവാൻ. ഹല്ലേലൂയ. പിന്നെ ചേർന്ന് കർത്താവിനെ സ്തുതിച്ചാട്ടെ. അവൻ വിവസ്ത്രനായി മാറി ഞാൻ നല്ലത് ഉടുക്കേണ്ടത്. അവൻ നിലവിളിച്ചു തന്റെ ദാഹം ശമിപ്പിക്കുവാൻ. എന്തിന്? എന്റെ വിശപ്പും ദാഹത്തെ തീർക്കേണ്ടത്. ഹല്ലേലൂയ. അവന്റെ ശരീരം മുഴുവൻ ചാലുപോലെ തീറ്റപ്പെട്ടു. എന്തിന്? അവന്റെ അടിപ്പിണരാനുള്ള സൗഖ്യം നിങ്ങളുടെ മേൽ ഉണ്ടാകേണ്ടത്. ഹല്ലേലൂയ. ബന്ധനങ്ങളെ അഴിക്കുന്ന, ശാപങ്ങളെ മുറിക്കുന്ന ദൈവശക്തിയുടെ വ്യാപാരം കാൽവരി കൊലക്കളത്തിൽ ഞാൻ കണ്ടു. അതുകൊണ്ടാണ് യെശയ്യാ 53:5 ബൈ ഹിസ് സ്ട്രൈപ്സ് ഐ ആം ഹീൽഡ്. അവന്റെ അടിപ്പിണരാൽ ഞാൻ സൗഖ്യമായിരിക്കുന്നു. രോഗത്തിന്റെ തീവ്രതയിരിക്കുന്ന വ്യക്തി എന്നെ ഇന്റർനെറ്റ് മുഖാന്തരം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ സഭയിൽ ഇരുന്ന് കേൾക്കുന്നുണ്ടെങ്കിൽ, കാണുന്നുണ്ടെങ്കിൽ, ആശയ്ക്ക് വിരോധമായ ആശയോടെ വിശ്വസിച്ചു. നിന്റെ ബന്ധനം പൊട്ടിമാറും, നിന്റെ രോഗം അഴിഞ്ഞു പോകും. കാരണം അവന്റെ അടിപ്പിണരാൽ നിനക്ക് സൗഖ്യം വന്നിരിക്കുന്നു, വന്നിരിക്കുന്നു, വന്നിരിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. നീ രോഗിയായിരിക്കേണ്ടത് ദൈവത്തിന്റെ പദ്ധതിയല്ല, രോഗത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിക്കേണ്ട ദൈവത്തിന്റെ ഹിതം. നീ ആരോഗ്യത്തോടെ ഇരിക്കേണ്ടതാണ് ദൈവത്തിന്റെ പദ്ധതി. അവിടെ ദീർഘായുസ്സുകൊണ്ട് അവൻ നിനക്ക് തൃപ്തി വരുത്തും. അല്പായുസ് കൊണ്ട് തൃപ്തി വരുത്തുന്നല്ല, ദീർഘായുസ് കൊണ്ട് തൃപ്തി വരുത്തും. നിന്റെ ഇടതും വലതും 1000 10,000 വീണാലും അത് നിന്നെ തൊടത്തില്ല. കേട്ടോ പറഞ്ഞത്? വീഴുന്നു, അവിടെ വീഴുന്നു, ഇവിടെ വീഴുന്നു, അവിടെ അങ്ങനെ സംഭവിക്കും, ഇങ്ങനെ സംഭവിക്കും. ഇതൊന്നും എന്നെ ഏക്കത്തില്ലെന്ന്, ഇതൊന്നും എന്നെ ബാധിക്കത്തില്ലെന്ന്. കാരണം മരണത്തെ ജയിച്ചവൻ, പാതാള ഗോപുരങ്ങളെ തകർത്തവൻ എവിടെ ഇരിക്കുന്നു? എന്റെ അകത്തിരിക്കുന്നു. വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ദുഷ്ടാത്മ ശക്തികൾക്കോ എന്നെ ഒതുക്കുവാൻ കഴിയത്തില്ലെന്ന് ആശയ്ക്ക് വിരോധമായി ആശയോട് ആര് വിശ്വസിക്കുന്നു അവരുടെ ജീവിതത്തിൽ വലുത് സംഭവിക്കട്ടെ. കരങ്ങളെ തട്ടി, കരങ്ങളെ തട്ടി, കരങ്ങളെ തട്ടി. ആത്മാവിനോട് ഇങ്ങനെ ഏറ്റെടുത്താട്ട് ജീവിതത്തിൽ വലിയ മറുപടികളെ ദൈവം ഒരുക്കുകയാണ്. ദൈവത്തിന്റെ അത്യകൃപ നിങ്ങളുടെ മേൽ വെളിപ്പെടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഒരു നിമിഷം കണ്ണടയ്ക്കാം, പ്രാർത്ഥിക്കാം. അരുമനാഥ യേശുവേ, അങ്ങയുടെ നാമത്തിൽ കർത്താവെ ഞങ്ങൾക്ക് ഒന്നിച്ചു കൂടുവാനും വചനം കേൾക്കുവാനും ഇടവന്ന മഹാഭാഗ്യത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, അങ്ങയെ ആരാധിക്കുന്നു. ഞങ്ങളായിരിക്കുന്നത് പുണ്യാഹ രക്തത്തിന്റെ അടുത്തത്ര, ഞങ്ങൾക്ക് വേണ്ടി ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിന്റെ അടുത്തത്ര ഞങ്ങളായിരിക്കുന്നു. ഏത് പ്രശ്നത്തിന്റെ നടുവിലും മറുപടി തരുവാൻ കഴിവുള്ള യേശു ക്രിസ്തുവിന്റെ അടുത്തത്രേ ഞങ്ങളായിരിക്കുന്നു. ഹല്ലേലൂയ. ലോകത്തിലെ ഒരു ശക്തിക്കും ഞങ്ങളെ തകർക്കാൻ കഴിയില്ല. ഹല്ലേലൂയ. ഞങ്ങൾക്ക് എന്തു ഭവിക്കുമെന്നോർത്തുള്ള ഭാരമില്ല ഞങ്ങൾക്ക്. കാരണം എന്നെ സൃഷ്ടിച്ചവന് ഞാൻ എന്തായി മാറണമെന്നുള്ള പദ്ധതിയുണ്ട്. കർത്താവേ, എന്നെ ഇന്റർനെറ്റ് മുഖാന്തരം കണ്ടുകൊണ്ടിരിക്കുന്ന സകലരുടെയും ജീവിതത്തിൽ വലിയ വിടുതൽ ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. സ്വർഗ്ഗത്തിന്റെ കരം ചലിക്കുന്നതിനെ ഓർത്ത് എന്റെ കർത്താവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ലാസ്റ്റ് ടൈം റൈറ്റർസിന്റെ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് ഞാൻ വിളിച്ചു പറയുകയാണ്, സമൃദ്ധി അനുഭവിക്കേണ്ടത്, നന്മ അനുഭവിക്കേണ്ടത്, രോഗസൗഖ്യം അനുഭവിക്കേണ്ടതിന്, കടങ്ങളിൽ നിന്ന് മോചനം അനുഭവിക്കേണ്ടത്, ശാപത്തിൽ നിന്ന് മുക്തി പ്രാപിക്കേണ്ടതിന് കാൽവരി കൊലക്കളത്തിൽ എന്റെ യേശു എനിക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി പരമയാഗമായി മാറും. ആ വിശ്വാസത്തിൽ, ആ ഉറപ്പിൽ നിങ്ങൾ ചലിക്കുവാൻ നീ ഇടവരുത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ കൃപ നിങ്ങളുടെ മേൽ ഉണ്ടാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.